ഞാനിപ്പോ ഉള്ളത് ഒന്നും പറയണ്ട, ഒരു എക്സ് മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന്. പക്ഷെ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സ്വത്വബോധം വിട്ടിട്ടില്ല. എന്റെ സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നെ നാറ്റിക്കരുത്. പാത്തു ഒച്ചയൊന്നും ഉണ്ടാക്കൂല, അതാണ് പാത്തുവിന്റെ ഒരു പ്രത്യേകത. ശബ്ദം പുറത്ത് കേൾപ്പിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാത്തുവിന്റെ ഹിക്കാക്ക് മാത്രമുള്ളതാണ് ഇത്ര പാത്തുവിന്റെ ശബ്ദം. അപ്പൊ അതുകൊണ്ട് പാത്തുവിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാനുള്ള യോഗമില്ല. പാത്തു ഓക്സിജൻ വല്ലതും വേണേ പറയട്ടോ. ഓക്സിജൻ കിട്ടുന്നുണ്ടോ? ശ്വാസം ഓക്കെ. ഇക്ക ശ്വസിക്കാൻ സമ്മതിക്കുന്നോണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു 1/2 ലിറ്റർ എടുത്തോ. ഇതിന്റെ തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. എന്റെ ഓർക്കം പോയി. സ്ത്രീകളില്ലെങ്കിലും വേറെ കുറെ മുസ്ലിംസ് ഉണ്ട് ഇവിടെ. ഇക്കാക്ക് പറ്റിയ കുറെ പെണ്ണുകളുണ്ട്. യു മീൻ മുത്താ കല്യാണം? അതെ അതെ അതെ. ഞാൻ മുത്താ കല്യാണം കഴിക്കട്ടെ പാത്തു? എന്താ ഇക്ക കഴിച്ചോ? എനിക്ക് ഇവിടെ ഉള്ള മുസ്ലിം സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങളും നിങ്ങളുടെ അക്കാനെ 3ഉം 4ഉം കെട്ടാ സമ്മതിക്കണം എന്നാണ്. കാരണം അവരുടെ ഒരു ഹക്കാണ്. അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? അങ്ങനെ ഇടപെടുന്ന എന്റെ ഹിക്കാനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ 6ാം വയസ്സിൽ 6ാം വയസ്സിൽ തന്നെ എന്തെങ്കിലും ചെയ്യില്ലായിരുന്നു. ഞാൻ 9 വയസ്സാവണവരെ ഹിക്ക വെയിറ്റ് ചെയ്ത് ഹിക്ക കേട്ട് പഠിക്കടാ. ബാക്കി പറ. എന്നിട്ട് 6ാം വയസ്സ് മുതലൊക്കെ വാസ്തവത്തിൽ ഭൂമിയിൽ വെച്ച് കൂടാത്തതാണ്. എത്രമാത്രം വൃത്തികേടാണ് പറയുന്ന ഒരു മഹാവ്യക്തിത്വത്തെ കുറിച്ച്. 6ാം വയസ്സിൽ ശാരീരിക ബന്ധം പുലർത്തി എന്ന് പറയാ. 6ാം വയസ്സിൽ പുലർത്തിയോ? ഏതെങ്കിലും ചരിത്രത്തിലുണ്ടോ? 10ാം വയസ്സിലാണല്ലോ. അല്ല, അതൊരു വലിയ ഡിഫറൻസ് ആണ് കേട്ടോ. അത് നമ്മൾ അതെ അതെ. ബാക്കി പറ. ഞാനൊരു കല്യാണം കഴിക്കട്ടെ. അത് വേണ്ട. ഇക്കാക്ക് 4 എണ്ണം ഇല്ലേ? ഇക്ക പറയും വേണ്ട. ഓക്കെ, ഇത് ഹിക്കാക്ക് മാത്രം തന്നിട്ടുള്ള, പഠിച്ചോൻ തന്നിട്ടുള്ള സാധനമാണ്. അത് പെണ്ണുങ്ങൾക്കില്ല. ഓക്കെ, പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഉണ്ട്. 4 പെണ്ണുങ്ങളെ ഇതുപോലെ 4 പേരെ കെട്ടിയ കുട്ടി ആരുടെയാണെന്ന് എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കും? 100% ഞാൻ യോജിക്കുന്നു. പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങി എന്താ ചെയ്യാ? എനിക്ക് തോന്നുന്നത് കിയാമത്ത് നാളിന്റെ അടയാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭേദം ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അറിയുന്നത്. എന്തായാലും നേരിട്ട് പോയി കാണേണ്ടതുണ്ട്. പെണ്ണുങ്ങൾ പുരയിലിരുന്നാൽ മതി, ഹിക്ക പോകും. പെണ്ണുങ്ങൾ കൂടെ കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, അപ്പം വരാം. അല്ലാതെ പോകാൻ പറ്റില്ല. ഒറ്റയ്ക്ക് പോകാൻ നമ്മൾ വിടുകയില്ല. സ്വന്തം ബാപ്പ മരിച്ചാൽ പോലും ഭർത്താവിന്റെ ഹിക്കാന്റെ അനുവാദം ഇല്ലാതെ സ്വന്തം ബാപ്പാന്റെ മയ്യത്ത് പോലും കാണാൻ അനുവാദം ഇല്ല. അറിയില്ലേ? എനിക്ക് പോകാൻ അനുവാദം ഇല്ല. തനിക്ക് പോകാൻ അനുവാദം ഇല്ല. ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുക. അന്റെ ശബ്ദം അത് ഞമ്മക്കുള്ളതാ, ഹിക്കാക്കുള്ളതാണ്. ഹിക്കാക്കല്ലാതെ അന്റെ ശബ്ദം പുറത്തു വരാൻ പാടില്ല. ഇത്ര നേരം ഇവിടെ ചെയ്ത ഈ ശബ്ദം മുഴുവൻ തന്നെ അഹമ്മദിയാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇത് തീർന്നില്ലേ? നിർത്തി.